എല്ലാവരും ഈ മന്ത്രം മക്കള് ഇനി എല്ലാവരും ഒന്ന് പറഞ്ഞിരുന്നു കൊടുക്കുക. ഇനി സംസാരമൊന്നും പാടില്ല. എല്ലാവരും ഉറച്ചു ജപിക്കുക. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ശ്രദ്ധിക്കേണ്ടുന്നത് ദേവിയേ നമ എന്നല്ല, ദേവ്യൈ ഐംകാരം, ദേവ്യൈ നമ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഇനി കുറച്ച് കാര്യങ്ങൾ മക്കൾക്കായിട്ട് പറഞ്ഞു നൽകും. ആ ശ്രദ്ധയോടുകൂടി മക്കള് ശ്രദ്ധിക്കണം, അത് കേൾക്കണം. ഇപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്നത് ബ്രഹ്മചാരികൾ എന്നാണ്. എന്താ അറിയപ്പെടുന്നത്? കുറച്ച് പറഞ്ഞോളൂ. ബ്രഹ്മചാരികൾ. ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അതായത് നമ്മുടെ കുട്ടിക്കാലം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തതായിട്ടുള്ള ഒരു സമയമാണ് എന്ത്? ഈ കുട്ടിക്കാലം. അപ്പോൾ ഈ കുട്ടിക്കാലം, അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഈ ബ്രഹ്മചര്യ ജീവിതത്തിലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉള്ള ദൗത്യം എന്നത് പഠിക്കുക, അറിവ് സമ്പാദിക്കുക. ശ്രദ്ധയോടുകൂടി കേട്ടോ മക്കളെ. ഈ അറിവ് സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ കേവലം നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള പുസ്തകത്താളുകൾ മാത്രമല്ല, പൊതുവിജ്ഞാനങ്ങൾ, അതിന് ഒട്ടനവധി മറ്റ് പുസ്തകങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളേക്ക് നിങ്ങൾ ആശ്രയിക്കണം. ഇന്ന് പലപ്പോഴും ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ വാർത്താ മാധ്യമങ്ങൾ കാണുന്ന ഒരു ശീലം ഉണ്ടോ? നിങ്ങൾക്ക് വാർത്തകൾ കേൾക്കുന്ന എത്ര മക്കളുണ്ടെന്ന് കൈവയ്ക്കട്ടെ. അതല്ല, മക്കൾ നിങ്ങൾ ദിവസവും ഒരു നേരം ഒരു അരമണിക്കൂറെങ്കിലും വാർത്തകൾ കേൾക്കണം. അതിന് ഉള്ള അവസരം മാതാപിതാക്കന്മാര് ഒരുക്കി കൊടുക്കണം. ഇനി ഇവിടെ നിന്നും പറയുന്ന കാര്യങ്ങൾ കുട്ടികളോടൊപ്പം തന്നെ മാതാപിതാക്കന്മാരും ശ്രദ്ധയോടെ കേൾക്കണം. ദയവീത് അമ്മമാരോട് സംസാരിക്കരുത് കേട്ടോ, പുറത്ത് സംസാരിക്കരുത് ദയവീത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ആചാര്യൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നൽകും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നൽകിയതിന് ശേഷം ആചാര്യൻ പോകും. ദയവ് ചെയ്ത് നിങ്ങൾ സംസാരിക്കരുത്. സംസാരിക്കുന്നതിനെ കുറിച്ചാണ് നീങ്ങുന്നുള്ളൂ കേട്ടോ. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. ഇത്ര ദിവസം ആചാര്യൻ്റെ ഒരു നിർബന്ധവും പിടിച്ചില്ല. കാരണം മക്കൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കേൾക്കണ്ട, കുട്ടികൾ കേൾക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കുട്ടികൾ ഇതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് മാതാപിതാക്കന്മാരെ സഹായിക്കണം. നമ്മൾ ഒരു ദിവസം ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുക. ഒരു ബ്രഹ്മചാരി എപ്പോഴാണ് ഉണരേണ്ടുന്നത് എന്നതാണ് ആദ്യം ചിന്തിക്കുന്നത്. ബ്രാഹ്മ മുഹൂർത്തെ ഉദ്ധായ, അതായത് സൂര്യോദയത്തിന് മുമ്പായിട്ട് ഒരു ബ്രഹ്മചാരി ഉണരണം. അങ്ങനെ സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്ന മക്കൾ ഒന്ന് കൈപൊക്കിയാട്ടെ. സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്ന മക്കൾ കൈപൊക്കിക്കൊള്ളുക. വളരെ സന്തോഷം. എന്താണ്? നമ്മുടെ മക്കള് സത്യം പറയുവാനായിട്ട് അവർ തയ്യാറായി. ആചാര്യൻ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുന്നത് എന്നതിനെ പറ്റി ഒരു തരത്തിലുമുള്ള ധാരണ നമ്മുടെ മക്കൾക്കില്ല. പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ മക്കള് സത്യം പറയുവാൻ മക്കളെ നിങ്ങൾ തയ്യാറായി.
നിങ്ങൾ മിടുക്കരാണ്, മിടുക്കിമാരാണ്. ഈ ഒരു ഗുണത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കണം. അതായത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യത്തെ മുറുകെ പിടിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. പക്ഷേ അത്രത്തോളം സുഖകരമായ ഒരു സത്യമല്ല മക്കൾ പറഞ്ഞത്, ആണോ? അല്ല, സുഖകരമല്ലായിരുന്നു. മാതാപിതാക്കന്മാരെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുക. അതിൽ ആദ്യത്തെ ഒന്നാമതായി നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇന്ന് നമ്മൾ പൂജ വെച്ചു, നാളെ മുതൽ മക്കൾക്ക് അവധിയാണ്. എന്നാൽ അവധിയാണ് എന്ന് കരുതി നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, ഒരു ദിനചര്യയ്ക്ക് കോട്ടം സംഭവിക്കരുത്. പലപ്പോഴും കണ്ടുവരുന്നത് കുട്ടികൾക്ക് അവധിയാണ്, അതല്ലെങ്കിൽ ഓഫീസുകൾക്ക് അവധിയാണ്, ജോലി തിരക്കുകളൊന്നുമില്ല എങ്കിൽ കൊച്ചു കുട്ടികളും മുതിർന്നവരുമൊക്കെ നമ്മുടെ ദിനചര്യകൾ പാടെ മാറുകയാണ്. മറ്റേത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുവെങ്കിൽ പലരുടെയും ഫോണുകളിൽ അലാറം എടുത്ത് നോക്കിയാൽ കാണുവാൻ സാധിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ അലാറം 7-8 മണിക്കാണ് വെച്ചിരിക്കുന്നത്, ഇല്ലേ? കാരണം എന്താണ്? അതിലേക്ക് സ്കൂളിൽ പോകണ്ട, ജോലിക്ക് പോകണ്ട. അതല്ല, നമ്മുടെ ദിനചര്യയിൽ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കണം. ദിനചര്യയിൽ നിങ്ങൾ ആദ്യമായി പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, സൂര്യോദയത്തിന് മുൻപായി നിങ്ങൾ നിർബന്ധമായി ഉണർന്നിരിക്കണം. അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കന്മാര് കുട്ടികളെ സജ്ജരാക്കണം. മാതാപിതാക്കന്മാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം, ഒരു വസ്തുത ഇപ്പോൾ ആചാര്യൻ ഇവിടെ ഒന്നും പറഞ്ഞു എന്ന് കരുതി മക്കളാരും നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കില്ല. നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ 8 യാമങ്ങൾ, ഒരു യാമം 3 മണിക്കൂർ. ഇതിൽ സരസ്വതി യാമത്തിൽ നമ്മൾ ഉണർന്ന് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചിരിക്കണം. രാവിലെ 3 മുതൽ 6 വരെയുള്ള സമയത്തെയാണ് നമ്മൾ സരസ്വതി യാമം എന്ന് പറയുന്നത്. ഈ യാമത്തിൽ, ഈ സമയത്തിനുള്ളിൽ കുളിച്ച് ശുദ്ധമായി ഭവനത്തിൽ നമ്മൾ ദീപം തെളിയിച്ചിരിക്കണം. ഇതാണ് വേണ്ടുന്നത്. രാവിലെ എത്ര മണിക്കാണോ നമുക്ക്, ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 5:30 കൂടി, ഇനി അതിന്റെ മുതിർന്നവരൊക്കെ ആണെങ്കിൽ 5 മണിയോടുകൂടി 4:30 കൂടിയൊക്കെ ഉണരുവാനായിട്ട് സാധിക്കും. ഇവരെ ഉണർത്തുവാൻ മാതാപിതാക്കന്മാർ തയ്യാറാക്കണം. അതല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും നാളെ മുതൽ എഴുന്നേൽക്കുമെന്ന് ആചാര്യ ഉറപ്പ് നൽകില്ല. ആരാ അതിനുവേണ്ടി തയ്യാറാകുന്നത്? മാതാപിതാക്കന്മാർ തയ്യാറാകും. ഇനി ഉണർന്ന് നമ്മൾ വരുന്നത് ഏത് വശം തിരിഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്? മക്കളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ഏത് വശം തിരിഞ്ഞാണ് നിങ്ങൾ എഴുന്നേൽക്കാറുള്ളത്? വലത് വശം തിരിഞ്ഞ് വേണം നിങ്ങൾ ഓരോരുത്തരും ഉണർന്ന് എഴുന്നേറ്റ് വരേണ്ടത്. ഇനി ഉണർന്നു വന്നാൽ നമ്മൾ എല്ലാവരും വളരെയേറെ പ്രാമുഖ്യം നൽകുന്ന ഒന്നാണ് കണി കാണുക എന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഉണർന്നപ്പോൾ ഞാൻ അവരെയാണ് കണ്ടത്, അപ്പോഴേ ഓർത്തു, അവരോട് ചൂലുവാഴ്ന്നയിക്കുന്നു, അവരോട് അഭിനയിക്കുന്നു, എന്തെങ്കിലും ദിവസം കൂടി ഞാൻ അപ്പോഴേ ഓർത്തു എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഉണർന്നു വരുമ്പോൾ ഒരാളെയും കാണുവാൻ നിൽക്കണ്ട. വലതു ഭാഗം തിരിഞ്ഞ് എഴുന്നേൽക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നമ്മൾ കിടന്നാവുന്ന കിടക്കയിൽ ഒന്നിരിക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ചവിടെ ഇരുന്ന് കൊള്ളുക. ഇരുന്ന് ഉറങ്ങിക്കളയരുത്. കൈകൾ ഇതുപോലെ ചേർത്ത് പിടിക്കണം. കണ്ണിന് സമമായിട്ട് കൊണ്ടുവരണം. ജപിക്കണം. കരാഗ്രേ സദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന മന്ത്രം ജപിക്കണം നിങ്ങൾ. അതിനുശേഷം നിങ്ങൾ കിടക്കയിൽ നിന്നുമൊക്കെ, മുറിയിൽ നിന്നുമൊക്കെ ഇറങ്ങി വരുവാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ പാദം ഭൂമിയിലേക്ക് സ്പർശിക്കും മുമ്പായിട്ട് ഭൂമി ഒന്നൊപ്പം വണങ്ങണം. നമ്മുടെ പാദസ്പർശം കൊണ്ട് ഒട്ടനവധി ജീവജാലങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. നമ്മുടെ ഭാരത്തെ ഭൂമി താങ്ങുന്നു. അതിനൊക്കെ ക്ഷമയോദിച്ചുകൊണ്ട് ഭൂമിയെ തൊട്ട് വണങ്ങി സമുദ്ര വസനേ ദേവി പർവ്വതസ്ഥനമണ്ഡിതേ വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന മന്ത്രം മക്കള് ഉരുവിടണം. തുടർന്ന് നമ്മള് വീടിന്റെ ഏത് ദിക്കിലെ വാതിലാണ് ആദ്യം തുറക്കുന്നത്? പുറത്തേക്കുള്ളതായിട്ടുള്ള ഏത് ദിക്കിലെ വാതിലാണ് ആദ്യം തുറക്കാറുള്ളത്? മെയിൻ ഡോർ. പക്ഷെ വീടിന് 4 ദിക്കിലേക്കും സ്ഥാനമുണ്ടല്ലോ. അങ്ങനെയാകുമ്പോൾ ഏത് ദിക്കാണ് ചോദിച്ചത്? കിഴക്ക് ഭാഗത്തെ വാതിലാണ് ആദ്യം തുറക്കേണ്ടത്. എന്നാൽ ഉറപ്പിച്ച് പറയാം, ബഹുഭൂരിഭാഗം പേരും വടക്കു ഭാഗത്തെ വാതിലായിരിക്കും ആദ്യം
തുറക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? വടക്ക് ഭാഗത്താണ് ബഹുഭൂരിഭാഗം ഭവനങ്ങളിലും അടുക്കള സ്ഥിതി ചെയ്യുന്നത്. ഉണർന്നു വരുന്നതും അന്നവിചാരത്തോടു കൂടി നേരെ വടക്ക് ഭാഗത്തേക്ക് ഒരു ഓട്ടമാണ്, ഇല്ലേ? അടുക്കളയിലേക്ക് ഒരു ഓട്ടമാണ്. ഒരു കാരണവശാലും വടക്ക് ഭാഗത്തെ വാതിലുകൾ ആദ്യം തുറക്കുവാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? ഭൂമിക്കൊരു ആകർഷണത്വമുണ്ട്, അത് വടക്ക് ഭാഗത്തേക്കാണ് എന്നതിനാലാണ് നമ്മൾ ദിക്ക് കണ്ടുപിടിക്കുവാനായി ഉപയോഗിക്കുന്ന സൂത്രത്തിന്റെ പേര് വടക്കു നോക്കി യന്ത്രം. വടക്ക് ഭാഗത്തേക്ക് ഒരു ആകർഷണത്വമുണ്ട്. ഇതറിയാവുന്നത് കൊണ്ടാണ് പൂർവികര് നമ്മളോട് പറഞ്ഞത് വടക്ക് ഭാഗത്തേക്ക് തല വെച്ച് കിടക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ കഴിയുന്ന മക്കൾ എന്ത് പറഞ്ഞു? ഈ കാലഘട്ടത്തിലും അന്ധവിശ്വാസവും അനാചാരവുമായിട്ട് നടക്കുക. അന്ധവിശ്വാസമല്ല, അനാചാരമല്ല. വടക്ക് ഭാഗത്തേക്ക് ഒരു ആകർഷണമുള്ളപ്പോഴോ ഈ വടക്ക് ഭാഗത്തേക്ക് തല വെച്ച് കിടക്കുമ്പോഴോ ഈ ബുദ്ധികൾ വളരെ വേഗം നമുക്ക് നഷ്ടമാകും. ഇനി നമ്മുടെ ഭവനത്തിലുള്ളതാകുന്ന പോസിറ്റീവ് എനർജി നമുക്ക് നഷ്ടമാകും. നമുക്ക് വേണ്ട ഊർജ്ജം ലഭിക്കുന്ന എവിടെ നിന്ന? കിഴക്ക് ഭാഗത്ത് നിന്ന്. വരവില്ലാത്ത ജലമുണ്ടാകും എന്നതുകൊണ്ട് ഒരു കാരണവശാലും വടക്ക് ഭാഗത്തെ വാതിലുകൾ ആദ്യം തുറക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് വന്നു, കിഴക്ക് ഭാഗത്തെ വാതിലോ ജനലോ എന്തെങ്കിലും പിടികളോ തന്നെ എന്താണോ അതൊക്കെ ഒന്ന് തുറന്ന് അശുദ്ധമാകുന്ന വായു, സൂര്യപ്രകാശം അകത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് അവസരം ഒരുക്കി പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. അതല്ലാതെ കിടപ്പുമുറിയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് പിന്നീട് അലസത പാടില്ല. ഒരു പുതു ദിവസം നമ്മൾ തുടങ്ങുക അലസതയോടെയല്ല. പക്ഷേ ശ്രദ്ധിക്കണം, പലപ്പോഴും നമ്മൾ ഒരു ദിവസം അലസതയോടെയാണ് തുടങ്ങുന്നത്. കിടപ്പുമുറിയിൽ നിന്നും ഉണർന്ന് എഴുന്നേറ്റ് വന്നു എന്താ കാണുന്നത്? ഹാളിൽ സോഫയുണ്ട്, അവിടെ ദിവാൻ ബോർഡുണ്ട്, അവിടെ ഒരു 3/4 മണിക്കൂർ കിടന്നു പോകും. ഇതൊന്നും ഒരു നല്ല ശീലം അല്ല. എന്ത് വേണം? ഉണർന്ന് എഴുന്നേറ്റാൽ പിന്നീട് നമ്മൾ എപ്പോഴും ഒരു ഫ്രഷ് ആകുന്ന മനസ്സോടുകൂടി കുളിച്ച് ശുദ്ധമാകുവാനായിട്ട് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഏതായാലും നമ്മുടെ ബാത്റൂമിൽ എല്ലാം അവിടെ തന്നെ കരുതിയിട്ടുണ്ട്. ബ്രഷുണ്ട്, പേസ്റ്റുണ്ട്, സോപ്പുണ്ട്, എണ്ണയുണ്ട്, ഇനി ഷാമ്പുണ്ട്, കണ്ടീഷനുണ്ട്. എന്തിനേരാ പറയുന്നത്? തുണി കഴുകുന്ന സോപ്പും ഷാമ്പുവും അവിടത്തിന് വേണ്ടുന്ന എന്തൊക്കെയുണ്ട് അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. 2-3 അലമാരി ബാത്റൂമിൽ തന്നെ കാണും, ഇല്ലേ? കാരണം പുറത്തേക്ക് ഇറങ്ങാൻ മടിയില്ലാത്തത് കൊണ്ടാണ്. എന്തുമായിക്കോട്ടെ, അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ബ്രഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബ്രഷൊക്കെ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയതിനു ശേഷം വേണം എന്ത് ചെയ്യുന്നത്? ബ്രഷ് ചെയ്യുവാനായിട്ട് അത് എടുക്കണം. കാര്യം അത് ബാത്റൂമിലിരിക്കുന്ന അണുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഇനി ശൗചകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും എണ്ണ തേച്ചുകൊണ്ട് ശൗചകർമ്മം ചെയ്യുവാനായിട്ട് പാടുള്ളതല്ല. എന്തുകൊണ്ട്? ഈ എണ്ണ മെഴുക്കിലേക്ക് വളരെ വേഗം അണുക്കൾ വന്ന് ചെയ്യും. നമുക്കറിയാം, നമ്മൾ വിസർജിക്കുന്ന ഈ മലത്തിലൊക്കെ ഒട്ടനവധി ബാക്ടീരിയകൾ, കോളിഫോം തുടങ്ങിയതായിട്ടുള്ള ബാക്ടീരിയകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ അണുക്കള്, ഈ എണ്ണമെഴുക്കുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും വന്നു ചേരും. അപ്പോൾ ഈ അണുക്കൾ വീണ്ടും എവിടേക്ക്? നമ്മുടെ ശരീരത്തിലേക്ക് വന്നു നമ്മൾ രോഗഗ്രസ്തരായിട്ട് മാറുക. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എണ്ണ വെച്ചുകൊണ്ടുള്ള ശൗചം പാടില്ല. പിന്നീട് കുളിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുളിക്കുന്നു. കുളിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് മക്കളെ നിങ്ങൾ ആദ്യം തുടക്കുന്നത്? തല ആണോ? മുതിർന്നവരെ ആണോ? പുറം വേണം തുടയ്ക്കേണ്ടത്, നമ്മുടെ ചുമല് ഭാഗം. അപ്പോൾ മാതാപിതാക്കന്മാർക്കറിയാം, പക്ഷെ മാതാപിതാക്കന്മാർ ഇത് മക്കൾക്കായിട്ട് കൈമാറി കൊടുത്തില്ല. ഈ അറിവുകൾ നിങ്ങൾ ഭദ്രമാക്കി വെച്ചാൽ മാത്രം പോരാ, വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ ഏതായാലും നിങ്ങൾ ചുമല് ഭാഗമൊക്കെ തുടച്ച്, മുഖവും ശിരസ്സുമൊക്കെ തുടച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പുറത്തേക്ക് വന്ന് നിങ്ങൾ വിളക്ക് തെളിയിക്കണം. ഗൃഹസ്ഥാശ്രമി 2 സന്ധ്യ ആചരിക്കണമെന്നാണ്. ഒന്ന് പ്രഭാത സന്ധ്യ, മറ്റൊന്ന് സായം സന്ധ്യ. അപ്പോൾ രാവിലെ വിളക്ക് തെളിയിക്കുന്ന സമ്പ്രദായം ഉണ്ടോ? നമുക്ക് ഉണ്ട്. എപ്പോഴാണ് തെളിയിക്കുന്നത്? സൂര്യൻ ഉദിക്കും മുമ്പ്, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കും മുമ്പ്. പ്രഭാത സന്ധ്യയിൽ ബ്രഹ്മചാരി ഉള്ള ഭവനത്തിൽ ബ്രഹ്മചാരി ദീപം തെളിയിക്കണം. അതായത് ഇനി ഇത്രയും വീടുകളിൽ രാവിലെ ആര് വേണം ദീപം തെളിയിക്കുന്നത്? ഈ ഇരിക്കുന്ന മക്കൾ വേണം രാവിലെ 6 മണിക്ക് മുമ്പായി കുളിച്ച് വന്ന് വിളക്കുകൾ തെളിയിക്കണം. കേട്ടല്ലോ?
അപ്പോൾ വിളക്കെല്ലാം തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നേരം പ്രാർത്ഥനയിലേക്കെല്ലാം നിങ്ങൾ മുഴുകുക. അതിനുശേഷം നിങ്ങൾ പഠന കാര്യങ്ങളിലേക്ക് കിടക്കുന്നു. അപ്പോൾ പഠന കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ സാധാരണഗതിയിൽ മക്കളിലാകുമ്പോൾ നിങ്ങൾ പഠിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം എവിടെയാണ്? വീടുകളിലെ എവിടെയാണ് പഠിക്കുന്നത്? റൂം. യാതൊരു കാരണവശാലും കിടപ്പ് മുറികളിൽ ഇരുന്നു കൊണ്ടുള്ള പഠനം അനുവദിക്കരുത്, വിശേഷിച്ച് കിടക്കകളില്. സംഭവം എന്താ? പഠിച്ചു തുടങ്ങുമ്പോൾ വളരെ ഉന്മേഷത്തോടു കൂടി മക്കൾ അവിടെ പഠനമൊക്കെ ആരംഭിക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് എന്താ? അത്തപ്പൂക്കളുള്ളതുപോലെ ബുക്കുകൾ കാണും, അതിന് നടുക്കിടുന്ന് കൂർക്കം വലിച്ചു പോകുന്ന മക്കളും ഇല്ലേ? കിടക്കകൾ പൂർണ്ണമായിട്ടും നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഒരു കാരണവശാലും അവിടെ ഇരുന്നുകൊണ്ട് പഠനം അനുവദിക്കരുത്. ഈ കിടക്കകളിൽ നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ കഴുകി വൃത്തിയാക്കിയ നല്ല വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയി കിടക്കകളിലേക്ക് ഇടാറില്ല. നമ്മൾ ക്ഷേത്രത്തിലേക്കെല്ലാം പോകുവാൻ തയ്യാറായി കഴിഞ്ഞാൽ കിടക്കകളിലൊന്നും പോയി ഇരിക്കാറില്ല. എന്താണ്? അവിടെ പലതരത്തിലുള്ള അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും മക്കള് കിടക്കകളിൽ ഇരുന്നുള്ള പഠനം മാതാപിതാക്കന്മാര് പ്രോത്സാഹിപ്പിക്കേണ്ട. അവർക്ക് നല്ല രീതിയിൽ വെട്ടവും അതുപോലെ വായു സഞ്ചാരമൊക്കെ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പഠിക്കുവാനായിട്ടുള്ള അവസരം മാതാപിതാക്കന്മാര് ഒരുക്കണം. ഇനി ഏതായാലും മക്കള് രാവിലെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു, പഠന കാര്യങ്ങളിലേക്കെല്ലാം കടന്ന ഈ വേളയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ അടുക്കളയിൽ തയ്യാറാക്കുന്നുണ്ടാകും. അമ്മയും അച്ഛനും ആരാണോ അവർ തയ്യാറാക്കി തുടങ്ങും. അങ്ങനെ ഈ ഭക്ഷണമൊക്കെ തയ്യാറാക്കുമ്പോൾ അമ്മയോടൊപ്പമോ അച്ഛനോടൊപ്പമോ നിങ്ങൾ പോയി ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നതിൽ പങ്കുചേരാറുണ്ടോ? കൂട്ടുകൂടാറുണ്ടോ? ഉണ്ടോ? അപ്പോൾ അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം ഭക്ഷണമൊക്കെ തയ്യാറാക്കുവാനായിട്ട് പങ്കുചേരുന്ന മക്കൾ നോക്കിയാട്ടെ. മിടുക്കരാണ് കേട്ടോ, ഒത്തിരി പേരുണ്ട്, സന്തോഷമുണ്ട്. അച്ഛനും അമ്മയും പക്ഷെ പുറകിൽ ചിരിക്കുന്നു, അതെന്താണെന്ന് അറിയില്ല. ഇതുമായിക്കോട്ടെ. ഏതായാലും എല്ലാ മക്കളും നിങ്ങളാൽ കഴിയുന്ന തരത്തില് അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം കൂട്ടുകൂടണം കേട്ടോ. ഈ കർമ്മങ്ങളിലൊക്കെ പങ്കുകൊള്ളും. അതിനുശേഷം നിങ്ങൾ സ്കൂളുകളിലേക്ക് പോകുവാനൊക്കെ തയ്യാറാകുന്നു. നിങ്ങൾ സ്കൂളുകളിലേക്ക് പോകുവാനൊക്കെ തയ്യാറായി പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ പോകുന്നത്? നന്നായിട്ട് കഴിക്കണം. ഒരാളും കഴിക്കാതെ പോകുന്നത്. 8 മണിക്ക് എഴുന്നേറ്റാൽ കഴിക്കാതെ പോകേണ്ടി വരും. പക്ഷെ എന്ത് ചെയ്യണം? വളരെ നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു വേണം സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്ക് പോകേണ്ടത്. എത്ര മണിയോട് കൂടിയാണ് മക്കളെ നിങ്ങൾ സ്കൂളുകളിലേക്ക് പോകുന്നത്? 8. എത്ര മണിക്ക് തിരികെ വരും? 4. അതായത് 4 8 മണിക്കൂർ. ശരാശരി 8 മണിക്കൂർ മക്കൾ നമ്മളോടൊപ്പം ഇല്ല. മാതാപിതാക്കന്മാര് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. 8 മണിക്കൂർ മക്കൾ കൂടെയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു ദിവസത്തിന്റെ 1/3 സമയമില്ല. മറ്റ് 1/3 സമയം നമ്മൾ ഉറക്കത്തിന് വേണ്ടി ചിലവഴിക്കുക. 8 മണിക്കൂറോളം കുട്ടികൾ ഉറക്കത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. പിന്നീട് 8ൽ ഒരു സമയം 3ൽ 1 മാത്രമാണ് നമ്മളോടൊപ്പം മക്കൾ ചിലവഴിക്കുന്നത്. ആയിക്കോട്ടെ, ഈ നമ്മളോടൊപ്പം ഇല്ലാതെ ഇരിക്കുന്ന ഈ കാലയളവ്, ഈ 8 മണിക്കൂർ കുട്ടികളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി മാതാപിതാക്കന്മാര് ചോദിച്ചു മനസ്സിലാക്കാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്ത് പറ്റി മാതാപിതാക്കന്മാര് ഒരു മൗനത്തിലിരിക്കുന്നത്? തിരക്ക് പിടിച്ച ജീവിത യാത്രയിലാണല്ലേ, സമയം കിട്ടുന്നില്ല നമുക്ക്. അപ്പോൾ സമയം കിട്ടാതെ വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഏത് തിരക്കിനും പിന്നാലെയാണ് നമ്മൾ പായുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന ആരാ? നിങ്ങളോടൊപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ നിഷ്കളങ്കരായിരിക്കുന്ന നിങ്ങളുടെ മക്കളാണ്. അവർക്ക് വേണ്ടി അല്പസമയം നിങ്ങൾ മാറ്റിവെക്കുവാൻ തയ്യാറാകണം. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന മാതാപിതാക്കന്മാര്, ഇന്ന് നിങ്ങൾ പലരുടെയും കൈകളിലേക്ക് കുട്ടികളെ വിശ്വസിച്ചേൽപ്പിക്കുക. വീട്ടുമുറ്റത്ത് നിന്നും വീടിന് മുൻഭാഗത്തു നിന്നും ഏതെങ്കിലും വാഹനങ്ങളിലൊക്കെ അവർ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവർ സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്നു, അവർ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് ബഹുഭൂരിഭാഗം സഹോദരന്മാര്, നമ്മുടെ ഡ്രൈവർ സഹോദരിമാര് വളരെ സുരക്ഷിതമായിട്ട് തന്നെ മക്കളെ എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം എത്തിക്കുന്നു. എന്നാൽ നമ്മൾ കാണുന്നു ഒരു ചെറിയ വിഭാഗം എന്ത് ചെയ്യുന്നു? മക്കളെ പലതരത്തിൽ ചൂഷണം ചെയ്യുന്നു. മാനസികമായി, ശാരീരികമായി, ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു നമ്മൾ കണ്ടുവരുന്നു. ഈ മക്കൾക്ക് ഇത് തുറന്നു പറയുവാനായിട്ട് സാധിക്കണം. അപ്പോൾ മക്കൾക്ക് എപ്പോഴും
എത്തിച്ചേർന്ന് എന്തും പങ്കുവെക്കുവാൻ സാധിക്കുന്ന തരത്തിൽ മക്കളുമായി ഒരു ബന്ധം സ്ഥാപിക്കണം. ആര്? മാതാപിതാക്കന്മാർ. ഇനി മക്കൾ സ്കൂളുകളിലേക്ക് പോയി അവിടെ അധ്യാപകർ, ഗുരുക്കന്മാര് എന്ന് പറയുന്ന ഒരു വിഭാഗം കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. 99.99% പേരും അവരുടെ കർത്തവ്യത്തോട് അങ്ങേയറ്റം നീതി പുലർത്തുന്നു. എന്നാൽ നിർഭാഗ്യം എന്ന് പറയാം, കലിയുടെ വിളയാട്ടം എന്ന് പറയാം, ഒരു വളരെ ചെറിയ ഒരു ശതമാനം അവരുടെ കർമ്മത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളില് ഒരു പരാതി പെട്ടി വെച്ചു. കുട്ടികൾക്ക് അധ്യാപകരെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിടാം. ഒരൊറ്റ ദിവസം കൊണ്ട് 16 പെൺകുട്ടികളാണ് ഒരു അധ്യാപകനെതിരെ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ ഞങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി എഴുതിയിട്ടത് നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. +1 +2 കുട്ടികൾ എന്ന് പറയുമ്പോൾ തീരെ കൊച്ചു കുട്ടികളല്ല, 15, 16, 17 വയസ്സുള്ള മക്കളാണ്. സാധാരണഗതിയിൽ പെൺകുട്ടികള് ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്ന ആരോടുമായിട്ടാണ്? അവരുടെ അമ്മയുമായിട്ട്. അപ്പോൾ 16, 17 വയസ്സുള്ള 16 കുട്ടികളിൽ ഒരു കുട്ടി പോലും തന്റെ അമ്മയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെച്ചില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒരമ്മയും കുഞ്ഞിനെ കേൾക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല, സമയം കണ്ടെത്തിയില്ല. നോക്കണം, ഇന്ന് നമ്മുടെ ബഹുഭൂരിഭാഗം മക്കളും മാനസിക വൈകല്യം, ഡിപ്രഷൻ ഇതാകുന്ന ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്തുകൊണ്ട്? പലതരത്തിൽ നമ്മുടെ മക്കളെ ചൂഷണം ചെയ്യുന്നു പലരും. വയനാട് കണ്ടില്ലേ, ഒരു പ്രധാന അധ്യാപകനാണ് MDMA ആയി പിടിക്കപ്പെട്ടത്. ഇങ്ങനെ തന്റെ മുൻപിലേക്ക് എത്തുന്ന മക്കൾക്ക് ഇത് കൊടുക്കുന്നത് മാത്രമല്ല, അവർ ഇതിന്റെ കച്ചവടത്തിനായിട്ട് വിനിയോഗിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടു, ഒരു അധ്യാപിക 14 വയസ്സുള്ള തന്റെ ഒരു ശിഷ്യനെ വർഷങ്ങളായിട്ട് ബലാത്കാരമായി ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ കണ്ടതാണ്. അതല്ലാതെ അന്യദേശങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും നടന്നതല്ല. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്ന ഈ ദുരവസ്ഥ നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് വന്നതിന് ശേഷമല്ല നമ്മൾ ഉണരേണ്ടുന്നത്. മാതാപിതാക്കന്മാര് ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. പലപ്പോഴും പല തിരക്കുകളുടെ പേരിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു ശ്രദ്ധ നൽകുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം തിരക്ക് പിടിച്ച ജീവിതയാത്രയില്ല, ഇല്ലയോ? രാവിലെ ഓഫീസിലേക്ക് പോകുന്നു, ഓഫീസിൽ നിന്നും തിരികെ വരുന്നു, തിരികെ വന്നാലും കുടുംബത്തോടൊപ്പം കുടുംബത്തിന്റെ ബന്ധത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. പലരും അപ്പോഴും ചേർന്നാൽ ഫോണുമായിട്ട്, അതല്ലെങ്കിൽ മറ്റു ഓഫീസുകളുടെ തിരക്കുകൾ, ജോലി, അതല്ല നമുക്ക് വേണ്ടത്. ഏതൊക്കെ തരത്തിലുള്ള തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു അരമണിക്കൂർ കൂടുതൽ വേണ്ട. ഒരു ദിവസം അരമണിക്കൂർ കുടുംബത്തിലുള്ള എല്ലാവരും കൂടിയിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കൊള്ളുക. ഇന്ന് നമ്മുടെ ഭവനത്തിൽ ഈ ഒരു സാഹചര്യമുണ്ടോ? എല്ലാവരും കൂടി ചേർന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? മക്കൾക്ക് എന്തും നമ്മളോട് തുറന്ന് പറയാം. അപ്പോൾ അത്രത്തോളം ഫ്രണ്ട്ലി ആയിരിക്കണം എപ്പോഴും ആര്? മാതാപിതാക്കന്മാര്. അതാണ് വേണ്ടുന്നത്. അതല്ലെങ്കിലോ അവരെപ്പോഴും നമ്മളിൽ നിന്നും ഒരു അകൽച്ച പാലിക്കും. ഇപ്പോഴും ആചാര്യനും അച്ഛനുമായിട്ട് അച്ഛനമ്മയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചില തമാശകൾ പറയുമ്പോൾ നമ്മുടെ ഈ കുടിക്കുന്ന ചേട്ടന്മാരൊക്കെ ചോദിക്കാറുണ്ട്, ശരിക്കും നിങ്ങൾ അച്ഛനും മോനും തന്നെയാണോ അതോ കൂട്ടുകാരാണോ ചോദിക്കുന്നത്? സന്തോഷമാണ് അവരോട് ചോദിക്കുമ്പോൾ. കാരണം എങ്ങനെയൊക്കെയാണോ കൂട്ടുകാരെ എന്തൊക്കെ തരത്തിലുള്ളതായിട്ടുള്ള കളിച്ചിരി തമാശകൾ പറയാമോ അതൊക്കെ പറയും. ഭയപ്പെടുന്നത് ഭയമുണ്ട്. ചില കാര്യങ്ങൾ അച്ഛൻ്റെ രംഗത്ത് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പറയാം, അവരോട് പറഞ്ഞേക്കരുത്, അവൻ വിളിച്ചതിനെ കുറയെന്ന് പറയും. അപ്പോഴെന്താണ്? ആ ഒരു സ്നേഹവും ബഹുമാനവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എന്ത് വേണം? മാതാപിതാക്കന്മാരാകുന്ന നിങ്ങള് കുട്ടികൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഉള്ള ഒരു വഴി തുറന്നു കൊടുക്കണം. അവരെ കേൾക്കുവാനായിട്ട് തയ്യാറാകണം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും മക്കളിരിക്കുന്നു. അപ്പോൾ ഇത്രയും മക്കളിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് മാതാപിതാക്കന്മാരിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു മോശം പ്രവണത, സമയം അല്പം വൈകിട്ടുണ്ട് എന്നതറിയാം, എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത് പറയാതെ മുൻപോട്ട് പോകുവാൻ സാധിക്കില്ല എന്നുകൊണ്ട് നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോട് കുറച്ച് കാര്യങ്ങൾ ആചാര്യം പറയുക. ഇന്നത്തെ ഈ സാഹചര്യത്തില്
ഏറ്റവും വലിയ ഒരു മോശം പ്രവണത മാതാപിതാക്കന്മാരിൽ കാണുന്ന ഒരു മോശം പ്രവണതയാണ് താരതമ്യം ചെയ്യല്. കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നത്. നമ്മൾ നോക്കിക്കൊള്ളുക, നമ്മുടെ ഈ 5 വിരലുകൾ ഒന്നേ ഒരുപോലെയല്ല, ആണോ? അല്ല. ഒരേപോലെയുള്ളതാകുന്ന ഐഡന്റിക്കൽ ട്വിൻസ്, ഇരട്ടകള്, രൂപത്തിൽ അവർ ഒരുപോലെയാണ്. പക്ഷേ സ്വഭാവത്തില്, അവരുടെ ഗുണങ്ങളില്, അവരുടെ IQ ബുദ്ധിവികാസങ്ങളിലൊക്കെ വ്യത്യസ്തത കാണിക്കും. അങ്ങനെയെങ്കിൽ പല മാതാപിതാക്കന്മാരുടെ പല ജീൻ ഘടനകൾ ഉള്ളതാകുന്ന മാതാപിതാക്കന്മാരിൽ നിന്നും വന്നു ചേർന്ന കുട്ടികള് ഒരുപോലെ എല്ലാവരും ഒരുപോലെ ആകണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇനി ഒരു ക്ലാസ് മുറിയിൽ 50 പേരുണ്ട്. ഈ 50 പേരും ഡോക്ടർ ആകണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വേണം. ഈ മക്കൾക്ക് ഒരു പക്ഷേ അവരുടെ അക്കാഡമിക് റെക്കോർഡുകളില് ഉയർച്ച താഴ്ചകൾ വന്നു ചേരാം. അവര് എവിടെയെങ്കിലും ഒരു താഴ്ച സംഭവിച്ചാൽ ഉടനെ അവരെ മാനസികമായിട്ട് തളർത്തുകയല്ല വേണ്ടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അക്കാഡമിക് റെക്കോർഡുകളില് ഫുൾ A+ വാങ്ങിയവരാരും എല്ലാവരും തന്നെ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാവരും ഈ അക്കാഡമിക് റെക്കോർഡിൽ A+ വാങ്ങിയവരുമല്ല. നമുക്കറിയാം, വയലാർ രാമവർമ്മ 8ാം ക്ലാസ് തോറ്റയാളാണ്. അപ്പോൾ 8ാം ക്ലാസ് തോറ്റതാകുന്ന ഒരു വ്യക്തിയിലൂടെയാണ് എത്ര കവിതകള്, എത്ര ഗാനങ്ങള് ഇന്നും നമ്മുടെ നാവിൻ തുമ്പിൽ നിന്നായിട്ടുള്ള എത്ര മൂളിപ്പാട്ടുകൾ നമ്മൾ അദ്ദേഹത്തിന് ഇന്നും പാടി നടക്കുന്നു, ഇല്ലേ? അപ്പോൾ മക്കളിൽ പഠനത്തിന് മാത്രമല്ല മറ്റു പല കഴിവുകളും ഉണ്ടാവും. അവരുടെ കഴിവുകൾ എന്തോ ആ കഴിവിനെ വേണം എന്ത് ചെയ്യണത്? മാതാപിതാക്കന്മാര് തിരിച്ചറിയേണ്ടത്. ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് മാതാപിതാക്കന്മാരുടെ സഹായം കുട്ടികൾക്കുണ്ടാകണം. അതല്ലാതെ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്ത് മക്കളുടെ വാസനകളെ, അവരുടെ ഗുണങ്ങളെ ഇല്ലാതെയാക്കരുത് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ഏതായാലും മക്കൾ സ്കൂളുകളിലേക്ക് മക്കൾ ശ്രദ്ധയോടുകൂടി ഇരുന്നേ. മക്കളെ സ്കൂളുകളിലേക്ക് ഭക്ഷണം കൊണ്ടുപോകും, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോകും അല്ലേ? അപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും. ഈ കൊണ്ടുപോകുന്ന ഭക്ഷണം മിച്ചം വെക്കുമെന്നുള്ള ദൈവമൊക്കെയാണ് സത്യം പറഞ്ഞുകൊണ്ട്. ഒരാൾ സത്യം പറഞ്ഞു, 2 പേര് സത്യം പറഞ്ഞു. ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം മിച്ചം വെക്കുമെന്നുള്ള ദൈവം നന്നായിട്ട് പോകണം. സത്യം പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണ്ട. ഇനിയും പൊങ്ങാനുണ്ടല്ലോ കുറച്ചു കൂടെ ഇവിടെ. പകുതി പൊങ്ങിയാ പോരാ. കൈതാത്തി കൊള്ളുക. എന്താ മക്കളെ കാര്യം? മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് നിങ്ങൾ ദാരിദ്ര്യം എന്തെന്ന് അറിയുന്നില്ല, അതായത് ഭക്ഷണത്തിന്റെ കുറവ് എന്തെന്ന് അറിയുന്നില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് ചോദിച്ചുകൊള്ളുക. അവരുടെ കുട്ടിക്കാലത്ത് അവര് ഒത്തിരി ദിവസങ്ങൾ പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ട്, ഭക്ഷണത്തിന് വിലയേറുന്ന ദിവസങ്ങളുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് നിങ്ങൾക്ക് അന്നമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഭക്ഷണം കൊണ്ടുപോയി കളയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കള് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകാം. രാവിലെ ഭക്ഷണം കഴിക്കുവാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് വെറും വയറ്റിൽ വന്നിരിക്കുന്നവര് ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം കൊണ്ടുപോയി കളയുന്നത്. മക്കളെ, നിങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കണം. ഇനി ഒരിക്കലും ഞാൻ ഭക്ഷണം പാഴാക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനം എടുക്കുവാനായിട്ട് മക്കൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു തീരുമാനമാകും. ആ തീരുമാനം നിങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ഏതായാലും നിങ്ങൾ സ്കൂളുകളിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അധ്യാപകരെന്ന് പറഞ്ഞു. അധ്യാപകരോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ അധ്യാപകരോട്? ഉണ്ട്. മിടുക്കര് അധ്യാപകരെ പരിഹസിക്കാറുണ്ടോ? ഉണ്ടോ? അധ്യാപകരെ മറ്റെന്തെങ്കിലും പേരൊക്കെ വിളിച്ചൊക്കെ കളിയാക്കാറുണ്ടോ? ഇല്ല. നല്ല മിടുക്കരാണെങ്കിൽ കൊള്ളാം, അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരം ഗുരു സാക്ഷാത് ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരു ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, മഹേശ്വരനാണ്, ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്. ആ ചൈതന്യത്തിൽ നമുക്ക് വണങ്ങുവാനായിട്ട് സാധിക്കണം. നല്ല മക്കളായിട്ട് ഗുരുക്കന്മാരോട് എന്നും സ്നേഹമുള്ളവരായിരിക്കണം, ബഹുമാനമുള്ളവരായിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളേതായാലും വീടുകളിലേക്ക് സ്കൂളിൽ നിന്നൊക്കെ തിരികെ എത്തി
നിങ്ങൾ കുറച്ചു നേരം നിങ്ങളുടേതായിട്ടുള്ള വിഷമയമൊക്കെ നിങ്ങൾ ചിലവഴിച്ചു. നിങ്ങളെ കുറിച്ച് ശുദ്ധമായിട്ട് സന്ധ്യാസമയത്തിലേക്ക് നിൽക്കുമ്പോൾ വീട്ടിൽ ദീപമെല്ലാം തെളിയിച്ച് സന്ധ്യാനാമം ജപിക്കണം. സന്ധ്യാനാമം ജപിക്കാറുണ്ടോ? സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന മക്കൾ നോക്കിയാട്ടെ, കൈതാത്തിക്കൊള്ളുക. ബാക്കിയുള്ള കുട്ടികളോ വീട്ടിൽ നാമം ജപിക്കുമോ മക്കളെ? ഉണ്ട്. എത്ര പേരുടെ വീട്ടിൽ നാമം ജപിക്കണം എന്ന് നോക്കിയാട്ടെ. നോക്കണം, ഇവിടെ ഇരിക്കുന്ന പകുതി കുട്ടികളുടെയും ഭവനങ്ങളിൽ സന്ധ്യയ്ക്ക് എന്തില്ല? നാമജപം ഇല്ല. അപ്പോൾ ഇന്ന് ഹൈന്ദവ ജനതയുടെ അപജയത്തിന്റെ കാരണം നമ്മൾ എങ്ങും തേടി പോകേണ്ട. നമ്മുടെ കുടുംബജീവിതങ്ങൾ ശിഥിലമാകുന്നതിന് കാരണം നമ്മൾ എങ്ങും തേടി പോകേണ്ട. ഈ ഒരു കാരണം ഇതാണ് ഇന്ന് നമുക്ക് സന്ധ്യാസമയത്ത് നാമജപമില്ല. ടി വി ഒക്കെ വെച്ചാൽ സീരിയൽ കാണുമോ മക്കളെ? എത്ര വീടുകളില്ല സീരിയൽ വെക്കുന്ന നോക്കിയാട്ടെ. കൈതാത്താൻ പറയണ്ട, കൈ പൊക്കിക്കോട്ടെ നന്നായിട്ട്. കൈതാത്തിക്കൊള്ളുക. ആചാര്യം തോന്നുന്നു നാമം ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ സീരിയൽ കാണുന്നവരാണ് ഇല്ലേ? ആരാ സീരിയൽ കാണുന്നത്? അമ്മ, അച്ചാച്ചൻ, പിന്നെ അമ്മാമ്മ. നിങ്ങൾ കാണുമോ? ഇല്ല, കാണത്തില്ല. ആയിക്കോട്ടെ, സന്തോഷം. ഇനി മാതാപിതാക്കന്മാർ, മുതിർന്നവർ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഒരു 5 മിനിറ്റ് ആചാര്യൻ വർഗീയവാദിയാവുകയാണ്. അനുവദിക്കുമെന്ന് കരുതുന്നു. പലയിടത്തും ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഏകദേശം ഒരു 6-6:30 കലാപരിപാടി ആരംഭിക്കും. 10 വരെയൊക്കെ നീണ്ടുപോകും. ഒരു 3-4 മണിക്കൂർ, ഒരു 7-8 സീരിയലുകൾ. ഇല്ലേ? കലയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നല്ലതാണ്. പക്ഷേ ഈ പറയുന്നതാകുന്ന ഈ 7-8 സീരിയലുകളിലെ ഏതെങ്കിലും ഒരു സീരിയലിലെ ഒരു ജോസഫിന്റെ കുടുംബ പശ്ചാത്തലം പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ക്രിസ്തീയ കുടുംബ പശ്ചാത്തലം പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ കുടുംബ പശ്ചാത്തലം പറയുന്നുണ്ടോ? ഇല്ല. ഈ പറയുന്നതൊക്കെ ആരുടെ കുടുംബ പശ്ചാത്തലമാണ്? ഹിന്ദുവിന്റെ കുടുംബ പശ്ചാത്തലം. പറയുന്നത് എന്താ? ഭർത്താവുണ്ട്, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരുത്തിന്റെ പിന്നാലെ പോകുന്ന ഭാര്യയുടെ കഥ. ഭാര്യയുണ്ട്, ഭാര്യയെ കബളിപ്പിച്ചുകൊണ്ട് മറ്റൊരു രഹസ്യബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഭർത്താവിന്റെ കഥ. തന്റെ മകൻ, തന്റെ സഹോദരൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാകുന്ന മകളെ, അതല്ലെങ്കിൽ സഹോദരിയെ ഏത് തരത്തിലും ഇല്ലാതെയാകുവാനായി കച്ചകെട്ടി ഇറങ്ങുന്ന അമ്മയുടെയും സഹോദരിയുടെയും കഥ. ഇല്ലേ? നോക്കണം, ഇത് ഈ എഴുതിയവര് ബോധപൂർവം എഴുതിയതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബോധപൂർവം അവർ പറയുകയാണ്, എടാ ഹിന്ദുക്കളൊക്കെ ഇങ്ങനെയാ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റൊരാളുടെ കുടുംബ പശ്ചാത്തലം അബദ്ധത്തിലെങ്കിലും കയറി വരണ്ടേ? മറ്റുള്ളവരെ ആക്ഷേപിക്കണമെന്നല്ല ആചാര്യൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഇവിടെ ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നു. ഹിന്ദുക്കളൊക്കെ ഇങ്ങനെയുള്ളവരാണ്, ഇങ്ങനെ നാടുനീളെ നടക്കുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു വെക്കുന്നു. ഈ കാഴ്ചകളാണ് നിങ്ങൾ സന്ധ്യാസമയത്ത് വിളക്ക് വെക്കാതെ, സന്ധ്യനാമം ജപിക്കാതെ ഇരുന്ന് കാണുന്നത്. നമ്മുടെ വീട്ടിൽ നാളെ ഇത് നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതും ഓർമ്മ വേണം. അതുകൊണ്ട് ഇത് വേണമോ വേണ്ടയോ എന്നൊന്നും ആചാര്യൻ പറയുന്നില്ല. ഇതൊക്കെ ആര് തീരുമാനിക്കണം? നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒന്നും ആചാര്യം കഴിയരുത്. പക്ഷെ നിങ്ങൾ തീരുമാനിക്കണം. നല്ലതാണ്, എന്റെ മക്കളൊക്കെ ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ എന്നൊക്കെയാണ് ഇവിടെ ആഗ്രഹമെങ്കിൽ ഇനിയും കാണണം. ഒരു സന്തോഷ വാർത്തയുള്ളത് എന്താ? ഇതൊരു നേരമല്ല, കാണുന്നവർക്കുള്ള സന്തോഷ വാർത്തയാണ്. 3 നേരമുണ്ട്, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും ഉണ്ട്. ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം, കാണണമോ വേണ്ടോ നമുക്ക് നിങ്ങൾ തീരുമാനിച്ചു. ഏതായാലും മക്കളെ സന്ധ്യാസമയത്ത് നിങ്ങൾ നാമമൊക്കെ ജപിക്കുക. മുതിർന്നവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രേരണകൾ നൽകുക. അതിനുശേഷം നിങ്ങൾ അല്പസമയം നിങ്ങളുടെ പഠന കാര്യങ്ങളിലേക്കെല്ലാം കടക്കുക. പഠന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്കുള്ള ടൈം ടേബിൾ നോക്കി വെക്കണം. അടുത്ത ദിവസത്തേക്കുള്ള യൂണിഫോം തയ്യാറാക്കി വെക്കണം. അതല്ലാതെ പിറ്റേ രാവിലെ സ്കൂളുകളിലേക്ക് പോകാനിരിക്കുമ്പോൾ അമ്മ എന്റെ ബെൽറ്റ് എന്റെ, അമ്മ എന്റെ ഷൂ എന്റെ, അമ്മ എന്റെ ഷർട്ട് എന്റെ, അമ്മ എന്റെ
ഷാളന്റെ എന്ന് പറഞ്ഞ ഓരോന്നിനും ആരും വിളിക്കാൻ നിൽക്കരുത്, അമ്മയെ വിളിക്കാൻ നിൽക്കരുത്. ഓരോന്നിനും അമ്മയെ വിളിക്കുമ്പോൾ അമ്മ കൂടി ചെല്ലാനും നിൽക്കരുത്. ഇന്ന് കുട്ടികളെ മോശമാക്കുന്നതില് അവരെ സ്വയം പര്യാപ്തത ഇല്ലാതെയാക്കുന്നത് ബഹുഭൂരിഭാഗം അമ്മമാരാണ്. കുട്ടികൾക്ക് എന്തിനും പിന്നാലെ ഇങ്ങനെ അമ്മമാരിക്കുക, അതല്ല വേണ്ടുന്നത്. അവർ സ്വയം അവരുടെ കാര്യങ്ങൾ ചെയ്ത് വളരട്ടെ എന്നത് മനസ്സിലാക്കണം. ഏതായാലും നിങ്ങൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നീട് വേണ്ടുന്നത് അത്താഴം, ഡിന്നറ് വളരെ നേരത്തെ കഴിക്കുക. വളരെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത് വളരെ നേരത്തെ ഭക്ഷണം കഴിച്ച് വളരെ നേരത്തെ കിടന്ന് ഉറങ്ങണം. അപ്പോഴാണ് മക്കൾക്ക് സന്തോഷമായത്. ഇത്ര നേരം സംസാരിച്ചിട്ട് അപ്പോൾ വളരെ നേരത്തെ ഉറങ്ങണമെന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് വളരെ നേരത്തെ ഉറങ്ങണമെന്ന് പറഞ്ഞത്. നാളെ നേരത്തെ എഴുന്നേൽക്കുവാനായിട്ട്. അപ്പോൾ കിടക്കുന്നതിന് മുമ്പായിട്ട് കൈ, കാല്, മുഖമൊക്കെ നന്നായിട്ട് കഴിയണം. മുഖമൊക്കെ നന്നായിട്ട് കഴിയണം. മുഖം കഴിയാൽ തന്നെ നമ്മുടെ 7 ദ്വാരങ്ങൾ ഇവിടെ ശുദ്ധമായി. 9 ദ്വാരങ്ങൾ, 7 ദ്വാരങ്ങൾ മുഖത്തുണ്ട്. ഈ 7 ദ്വാരങ്ങൾ ശുദ്ധമായി. കാലിന്റെ പിൻഭാഗം, കൂട്ടിഭാഗം നന്നായിട്ട് തേച്ച് കഴുകി വേണം നിങ്ങൾ പോയി കിടക്കുവാനായിട്ട് തയ്യാറാകേണ്ടത്. കിടക്കും മുമ്പായി 1 നിമിഷം കിടക്കയിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കണം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ സംഭവിച്ചാകുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിച്ചോ എന്നുള്ളതൊന്ന് നോക്കുക. അതത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നുപോയെങ്കിൽ മനസ്സുകൊണ്ട് ഉറച്ച തീരുമാനം എടുക്കുക, ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിലൂടെ ഇടതു ഭാഗം ചരിഞ്ഞു വേണം എല്ലാവരും കിടക്കേണ്ടത്. കേട്ടല്ലോ? കിടന്നാൽ അപ്പോൾ കിടന്നുറങ്ങണം. അതല്ലാതെ അവിടെ കിടന്നുകൊണ്ട് പോണ്ടാൻ നിൽക്കരുത്. മാതാപിതാക്കന്മാർ യാതൊരു കാരണവശാലും മക്കൾക്ക് ഇന്ന് മൊബൈൽ ഫോൺ അവർക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രം മക്കൾക്ക് ഫോൺ കൊടുക്കുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം മക്കളുടെ കൈകളിലും മൊബൈൽ ഫോണുമായിട്ട് ഇവിടെ വേദിയിൽ പോലും വന്നിരിക്കുന്നത്. ഇവിടെ പലത് നടക്കുമ്പോഴും മക്കൾ അവിടെ ഇരുന്നുകൊണ്ട് പലതും അവർ വ്യാപൃതര. ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ്. വിശേഷിച്ച് ഇന്നത്തെ യുവതലമുറ അവർ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് സഞ്ചരിക്കുകയാണ്. അതല്ല നമുക്ക് വേണ്ടുന്നത്. ആവശ്യമുള്ള സമയത്ത് മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാറി നിന്നുകൊണ്ട് മുറികൾ അടച്ചിട്ടുകൊണ്ട് ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നോ അപ്പോൾ മനസ്സിലാക്കണം എന്തോ പന്തികേടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്യണം ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുവാനായിട്ട് അനുവാദം കൊടുക്കുക. അത് ആവശ്യമുള്ളവർക്ക് മാത്രം. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കിടന്നാൽ അപ്പോഴേ കിടന്നുറങ്ങണം. അതല്ലാതെ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് ഫോണിലും കളിച്ച് 10, 12, 1 മണി വരെ ഒന്നും മാറി ഇരിക്കരുത്. നേരത്തെ പറഞ്ഞു, സരസ്വതി യാമത്തെ പറ്റി പറഞ്ഞു. 3 മുതൽ 6 വരെയാണ് എന്നത്. 12 മുതൽ 3 വരെയുള്ള സമയത്തെയാണ് ഭദ്രകാളി യാമം എന്ന് പറയുന്നത്. ഈ യാമത്തിൽ ഉറങ്ങിയിരിക്കണം, ഒരു കാരണവശാലും ഉണർന്നിരിക്കരുത്. ഭദ്രകാളി യാമത്തിൽ ഉണർന്നിരിക്കുന്നവരെ കള്ളൻ എന്ന് വിളിച്ചോളണം. ഈ കളവും മറ്റ് ഈ താമസികമായിട്ട് ചിന്തകളൊക്കെ നമ്മളിലേക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്ന സമയമാണ് ഏത്? ഈ സമയം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സമയം നിങ്ങൾ ഉണർന്നിരിക്കുവാനായിട്ട് പാടില്ല എന്നത് കൂടി ഓർമ്മപ്പെടുത്തും. ഒരു ചോദ്യം കൂടി മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അച്ഛനോടും അമ്മയോടും സ്നേഹമുണ്ടോ? അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ള മക്കൾ കൈപ്പൊക്കെയാട്ടെ, നന്നായിട്ട് കൈപ്പൊക്കണം. ആർക്കെങ്കിലും ഇല്ലാതായിട്ടുള്ളതുണ്ടോ നോക്കട്ടെ. അച്ഛനോടും അമ്മയോടും ഇന്നവരെ കളവ് പറഞ്ഞുള്ളവർ കൈപ്പൊക്കി പിടിക്കുക, അല്ലാതെ ഉള്ളവർ കൈതാത്തി പിടിക്കുക. അച്ഛനോടും അമ്മയോടും ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടില്ല എന്നുള്ളവർ കൈപ്പൊക്കി പിടിക്കുക. ഒരു കള്ളമെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈതാത്തി പിടിക്കുക. ഒരു കള്ളമെങ്കിലും പറഞ്ഞിട്ടുള്ളവർ കൈതാത്തണം. സത്യം പറയുന്നൊരു കൂടുതലുണ്ട്. സത്യം പറയുന്നുണ്ട്. എന്റെ മക്കളുടെ പൊങ്ങിയ കൈകളൊക്കെ എന്റെ മക്കളെ, നിങ്ങൾ പറഞ്ഞാക്കുന്ന കളവ് അമ്മ വിശ്വസിച്ചില്ലേ? അച്ഛൻ വിശ്വസിച്ചില്ലേ? കാരണം നിങ്ങൾ എത്രത്തോളം വിശ്വാസമാണ് ആർക്ക്? മാതാപിതാക്കന്മാർക്ക്. യാതൊരു കാരണവശാലും അവരോട് നിങ്ങൾ വിശ്വാസവഞ്ചന കാട്ടരുത്. അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. മാതാപിതാക്കന്മാരോട് യാതൊരു കാരണവശാലും കയർത്ത് സംസാരിക്കരുത്, ദേഷ്യത്തോടെ സംസാരിക്കരുത്. അവർ നിങ്ങൾക്ക് കാട്ടി നൽകുന്ന നേരായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കണം എന്നത് ഓർമ്മപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. മക്കൾ ഇനി എല്ലാവരും ആ ജലപാത്രത്തിൽ ഒരല്പം ജലം നിങ്ങളുടെ കൈകളിലെടുത്ത് പൂക്കളിലൊക്കെ തെളിച്ചു കൊള്ളുക, നിങ്ങളുടെ ശരീരത്തിലേക്ക് തെളിച്ചു കൊള്ളുക. ഇനി എല്ലാവരും ഒരു നുള്ള പൂ കൊടുക്കുക.
ഒരു പൂവെടുത്ത് ഒരു ദക്ഷിണ കയ്യിൽ കരുതിക്കൊള്ളുക. എല്ലാവരും ഇവിടെ ജപിക്കുന്ന മന്ത്രം മനസ്സങ്കല്പിക്കുക. തൊഴുകയോടുകൂടി നിന്നോട് ആ പൂവും ദക്ഷിണയുമായിട്ട് കയ്യിൽ വെച്ച് തൊഴിൽ പിടിച്ചുകൊള്ളുക. ഓം ഗും ഗുരുഭ്യോ നമഃ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഗുരുദാത, ഞങ്ങൾക്ക് പൂജകളോ മന്ത്രങ്ങളോ ഒന്നും അറിയില്ല. ഞങ്ങൾ ചെയ്യുന്ന ഈ കർമ്മത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഇലയുടെ തുമ്പിൽ വെച്ചുകൊള്ളുക. ആ ഇലയിലേക്ക് തന്നെ വെച്ചുകൊള്ളുക. ദക്ഷിണയോടെ തന്നെ വെച്ചുകൊള്ളുക. ഇലയിൽ തന്നെ വെച്ചുകൊള്ളുക. ഇനിയും ഒരു നുള്ള പൂ എടുത്തുകൊണ്ട് ഗണപതി ഭവനം സങ്കല്പിച്ച് ഓം ഗം ഗണപതയേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ഗം ഗണപതയേ നമഃ. ആ ഇലയിലേക്ക് വെച്ചുകൊള്ളുക. ഭഗവാൻ ദക്ഷിണാമൂർത്തിയാണ്. ദേവന്മാർക്ക് പോലും അറിവുകൾ പകർന്നു നൽകുന്നത്. ആ ദക്ഷിണാമൂർത്തി മനസ്സങ്കല്പിച്ച് ഓം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ദക്ഷിണാമൂർത്തയേ നമഃ. അർച്ചിച്ചുകൊള്ളുക. ഒരു നുള്ള പൂവെടുത്തുകൊണ്ട് ദുർഗാദേവി മനസ്സങ്കല്പിച്ച് ഓം ദും ദുർഗായേ നമഃ. യോഗനിദ്രേ മഹാനിദ്രേ യോഗമായി മഹേശ്വരി യോഗസിദ്ധികരീ ശുദ്ധേ ദുർഗാദേവി നമോസ്തുതേ. ഓം ദും ദുർഗായേ നമഃ. ചൊല്ലുക. ഇനി മുഖ എല്ലാവിധ ഭയമൊക്കെ നീങ്ങണം. ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു. ഓം ഭം ഭദ്രകാളി നമഃ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ശ്രീ ഭദ്രകാളിയേ നമഃ. അർച്ചിച്ചുകൊള്ളുക. ഒരു നുള്ള കൊടുത്ത് ജ്ഞാനസ്വരൂപനാകുന്ന മഹാദേവൻ സങ്കല്പിച്ച് ഓം നമഃ ശിവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ. അർച്ചിച്ചുകൊള്ളുക. കൂടുതലുള്ള കൂടുതൽ വിദ്യാസരസ്വതിയെ സങ്കല്പിച്ചുകൊണ്ട് ഓം വിദ്യാസരസ്വതിയേ നമഃ. ഓം സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായേ നമഃ. അർച്ചിച്ചുകൊള്ളുക. ഈ ഈ മന്ത്രം നിങ്ങൾക്ക് കുറച്ച് തവണ ഉപദേശിച്ചു നൽകും. ഈ മന്ത്രം നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി വേണം ഈ മന്ത്രം ജപിക്കേണ്ടത്. ഉറച്ച് ജപിക്കണം. നമ എന്ന് ജപിക്കുമ്പോൾ നിങ്ങൾ അർജിക്കണം. ഓം സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായേ നമഃ. അർജിച്ച് വീണ്ടും പോടുത്ത് ഓം സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായേ നമഃ. അർജിച്ചുകൊള്ളുക. വീണ്ടും പോടുത്ത് ഓം സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായേ നമഃ.
അർജിച്ചുകൊള്ളുക. ഓം സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായേ നമഃ. അർജിച്ചുകൊള്ളുക. ഓം സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായേ നമഃ. അർജിച്ചുകൊള്ളുക. വീണ്ടും കൊടുത്ത് ഓം സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായേ നമഃ. അർജിച്ചുകൊള്ളുക. ഇനി നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നത് വിദ്യാരാജഗോപാല മന്ത്രമാണ്. ഈ മന്ത്രം നിങ്ങൾ എല്ലാവരും പഠിക്കണം. ഈ മന്ത്രത്തിന് ഋഷി നാരദനാണ്, അനുഷ്ഠിപ്പാണ് ഛന്ദസ്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ദേവത. ഇതിൽ സങ്കല്പിച്ച് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. അർജിച്ചുകൊള്ളുക. വീണ്ടും കുറുകോടുത്ത് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. അർജിച്ചുകൊള്ളുക. വീണ്ടും കുറുകോടുത്ത് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. അർജിച്ചുകൊള്ളുക. വീണ്ടും വരുന്ന പോകരുത്. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. അർജിച്ചുകൊള്ളുക. വീണ്ടും വരുന്ന പോകരുത്. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. അർജിച്ചുകൊള്ളുക. ഒരിക്കൽ കൂടി എല്ലാവരും നന്നായിട്ട് എല്ലാവരുമാകുന്ന വിദ്യാജ്ഞാന സൗഭാഗ്യങ്ങളൊക്കെ നേരുമാറാകണം. പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിൽക്കണം എന്നെല്ലാം മനസ്സങ്കല്പിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ തെറ്റായ വഴിയിലൂടെ ഒന്നും സഞ്ചരിക്കുവാൻ ഇടവരരുത്. ഭഗവാനെ ഭഗവതിയെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഉറച്ചു ജപിക്കുക. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം നമ. കൊടുക്കുക. ഈ മകള് ഒരു നുള്ള പൂവ് എടുത്തു കൊടുക്കുക. എഴുന്നേറ്റ് കൊടുക്കുക. എല്ലാവരും എഴുന്നേറ്റ് കൊടുക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. ഇത്തിരി എല്ലാവരും പിന്നിലേക്ക് ഇറങ്ങി നിന്നുകൊള്ളുക. ഇത്തിരി പുറന്നോട്ട് നിങ്ങൾ ഇറങ്ങി എല്ലാവരും ഇവിടെ ഭഗവതിയെ നോക്കി നിന്നുകൊള്ളുക. എല്ലാവരും ഇവിടേക്ക് നോക്കി നിൽക്കുക. ഇനി എല്ലാ മക്കളുടെയും മാതാപിതാക്കന്മാരും കുട്ടികളുടെ മുൻഭാഗത്ത് വന്ന് കുട്ടികളെ നോക്കി നിൽക്കുക. എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ ഇനി പൂ വേണമെന്നില്ല കേട്ടോ, മതി. എല്ലാവരും ഇവിടെ പൂജയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എല്ലാ മാതാപിതാക്കന്മാരും കുട്ടികളുടെ സമീപത്തേക്ക് എത്തിച്ചേരുക. എന്താ മക്കൾ ഒന്നുകൊള്ളുക. കുട്ടികളുടെ മുൻപിൽ വന്ന് കുട്ടികളെ നോക്കി നിൽക്കുക. എത്തിയോ? എല്ലാവരുടെയും മാതാപിതാക്കന്മാരെത്തിയോ? ആർക്കാണ് വരുവാനുള്ളത് പറഞ്ഞുകൊള്ളുക. മക്കളുടെ പേര് പറഞ്ഞുകൊള്ളുക. ആർക്കാ വരാനുള്ളത്? മകളുടെ മുൻപിൽ വന്ന് മകളെ നോക്കി നിന്നുകൊള്ളുക. എത്തിയോ? എല്ലാവരും എത്തിയോ? ഇനി ആർക്കെങ്കിലും മാതാപിതാക്കന്മാർ എത്തുവാനായിട്ടുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? അതേപോലെ ഒരു എളുപ്പമൊന്നും ഒന്നുമില്ല. സംസാരിക്കരുത്, ശ്രദ്ധിക്കണം എങ്ങനെയാണ് നിൽക്കേണ്ടത്. മക്കള് ഇവിടേക്ക് നോക്കി നിൽക്കുക. കുട്ടികള് ഇവിടെ കിഴക്ക് ഭാഗത്തേക്ക് ഭഗവാനും ഭഗവതിയെ നോക്കി നിൽക്കുക. അമ്മമാര് കുട്ടികളെ നോക്കി നിൽക്കുക.
ഇനി മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ഈ മാതാപിതാക്കന്മാർ. ഇവര് നമ്മളോടൊപ്പം ഉള്ള നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന നിമിഷം. അതിൽ വിശേഷിച്ച് അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവളാണ്. എല്ലാ സ്വപ്നങ്ങളും ത്യജിച്ച് നമുക്ക് വേണ്ടി കഴിയുന്നവളാണ് അമ്മ. ആ അമ്മയ്ക്ക് ദീർഘായുസ് ഉണ്ടാകണം. എല്ലാവിധ രോഗദുരിതങ്ങളിൽ നിന്നും അമ്മ മോചിതയാകണം. അമ്മയോട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് അമ്മയുടെ ദീർഘായുസിന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കുറച്ച് ജപിക്കുക. ഓം ജനന്യേ നമഃ. ഓം ജനന്യേ നമഃ. ഓം ജനന്യേ നമഃ. 10 മാസം ചുമന്നെന്നെ പെറ്റുപാലിച്ചൊരമ്മയെ ചിത്തശുദ്ധിയണച്ചിടാൻ ഭക്തിപൂർവം തൊഴുന്നു ഞാൻ. കരയും നേരമേ വന്ന് കരതാരിൽ എടുത്തുടൻ മുലയൂട്ടിയൊരമ്മേ നീ അഴലാറ്റിത്തരേണമേ. മാറോടണച്ചു ചുംബിച്ച് കാലിൽ വെച്ചാട്ടിയങ്ങനെ മാലെല്ലാം മാറ്റിയോരമ്മേ നീ എല്ലാതിലൊരാശ്രയം. മനതാരിൽ അലിവോട് എന്റെ അപരാധത്തെയൊക്കെയും പുറത്ത് എനിക്ക് സന്മാർഗം അരുളിയിടണമേ സദാ. പല രാത്രി ഉറങ്ങാതെ പകലാക്കി കഴിച്ച് എന്നെ പരിപാലിച്ചൊരമ്മയെ പലവട്ടം തൊഴുന്നു ഞാൻ. എന്നെ പരിപാലിച്ചൊരമ്മയെ പലവട്ടം തൊഴുന്നു ഞാൻ. എന്നെ പരിപാലിച്ചൊരമ്മയെ പലവട്ടം തൊഴുന്നു ഞാൻ. ഓം ജനന്യേ നമഃ. ഇനി അച്ഛനെ മനസ്സങ്കൽപ്പിക്കുക. നിങ്ങളെ നല്ല രീതിയിൽ നല്ല വിദ്യകൾ ലഭിക്കുന്നതിന് വേണ്ടി, നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്ന അച്ഛനെ മനസ്സങ്കൽപ്പിച്ച് ഓം ജനകായ നമഃ. ഓം അഖിലാൻ അപരാധാൻ മേ ക്ഷമസ്വ കരുണാംബുദേ പ്രസീദ മദ്ഗുരുനാഥ. ജനകായ നമോ നമഃ. ഓം ജനകായ നമഃ. ഓം ജനകായ നമഃ. മാതാപിതാക്കന്മാരുടെ പാദങ്ങളിലേക്ക് ആ പൂക്കൾ അർച്ചിച്ചുകൊള്ളുക. മാതാപിതാക്കന്മാരുടെ പാദം തൊട്ട് വണങ്ങിക്കൊള്ളുക. മാതാപിതാക്കന്മാർ മനസ്സ് നിറഞ്ഞ മക്കളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അവർക്ക് അനുഗ്രഹം നൽകുക. മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് ഒരു ചുംബനമൊക്കെ മാതാപിതാക്കന്മാരെ നൽകിക്കൊള്ളുക. ചേർത്ത് പിടിച്ച് മക്കളും അമ്മമാരെ മാതാപിതാക്കന്മാരെ ചേർത്ത് പിടിച്ച് അമ്മയ്ക്ക് അച്ഛന് മക്കളും ഒരു ഉമ്മയ്ക്ക് കൊടുത്തുകൊള്ളുക. ചേർത്ത് പിടിച്ച് എന്തിനാണ് കാണിക്കുന്നത്? ഈ സ്നേഹം, ഈ ഊഷ്മളത, ഈ വാത്സല്യം എന്നെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾ മിടുക്കരായി വളരട്ടെ. നാളുകളിൽ നമ്മുടെ മക്കൾ ഈ വേദികളിൽ എത്തിച്ചേർന്ന് ഈ നാടിന്റെ അഭിമാന സ്തംഭങ്ങളായി മാറി ഈ നാടിന്റെ അംഗീകാരം, അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട്
പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു നിർദ്ദേശം ഇതിന്റെ ബന്ധപ്പെട്ടവരോട് പറയുവാനായിട്ടുള്ളത്, അടുത്ത വർഷത്തേക്കെല്ലാം എത്തുമ്പോൾ നമ്മുടെ ഈ ദേശത്തിലുള്ള എല്ലാ മക്കളിൽ നിന്നും ഓരോ വിഭാഗത്തിലെ 10ാം ക്ലാസ്, പ്ലസ് ടു, മറ്റ് പ്രൊഫഷണൽ വിദ്യാഭ്യാസങ്ങളിലൊക്കെ വിജയം കൈവരിച്ച മക്കളെ ഇതുപോലെ ഉള്ളതാകുന്ന സദസ്സിൽ വെച്ച് അവർക്കൊരു ആദരവ് നൽകുവാൻ സാധിക്കണം. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നമ്മുടെ ദേശത്തിന്റെ മക്കൾ, യുവതലമുറയിലെ മക്കൾ, അവരിലൂടെയാണ് ഒരു ദേശത്തിന്റെ ശോഭനമാകുന്ന ഭാവി. നമ്മൾ വരും തലമുറയിൽ, വരും നാളുകളിൽ നമ്മുടെ യജ്ഞശാലയിൽ വെച്ച് തന്നെ നമ്മുടെ മക്കൾക്ക് വളരെയേറെ മനോഹരമായിരിക്കുന്ന അംഗീകാരങ്ങൾ, അനുമോദനങ്ങൾ അവരെ തേടിയെത്തട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഈ ദേശത്തിന്റെ അഭിമാനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മം ഉമാമഹേശ്വര പാദങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്നു. ഒരു പൂ എല്ലാവരും എടുത്തുകൊണ്ട് ഈ സമർപ്പണ മന്ത്രം ജപിച്ചുകൊള്ളുക. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേ ഇത് സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്തലോകാ സമൃദ്ധി ഭവന്തു. സമസ്തലോകാ ശാന്തി ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോഴെങ്കിൽ ആ അർച്ചിച്ച പൂവിലേക്ക് നിങ്ങൾ അർച്ചിച്ചു കൊടുക്കുക. ഇനി വേണ്ടുന്നത് നിങ്ങൾ ആ ഇലയിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ കീറിയെടുത്തു കൊടുക്കുക. ഇവിടെ വരണം നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുവാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ആദ്യം ഈ വടക്കു ഭാഗത്ത് നിന്നും വരിയായിട്ട് വരണം. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഇല കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രസാദം, അതിന്റെ കുങ്കുമ പ്രസാദം നൽകും. നിങ്ങൾ അപ്പോൾ ഇവിടെ ദക്ഷിണ ഇവിടെ സമർപ്പിച്ചാൽ മതി. അവിടെ വെച്ച് ദക്ഷിണ ഉണ്ടല്ലോ, അതെടുത്തുകൊള്ളുക. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോയി വേണം വീണ്ടും ഇവിടേക്ക് വരണം. ശ്രദ്ധിക്കണം, 2-ാം തീയതി വിജയദശമി ദിനത്തിൽ 9 മണിക്ക് മുമ്പായി എല്ലാ മക്കളും എത്തിച്ചേരണം. പൂജയെടുപ്പിൽ നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങണം. ഭഗവതിയുടെ പാദങ്ങളിൽ സദ്വിദ്യ ജ്ഞാന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മലരുകൊണ്ടുള്ള നിറപറയും ഭഗവതിക്ക് തേൻ കൊണ്ടുള്ള അഭിഷേകവും നടത്തി നിങ്ങൾ അന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. 2 കാര്യങ്ങളാണ് അന്ന് ചെയ്യേണ്ടത്. ഒന്ന് മലർപ്പറയും, മറ്റൊന്ന് ഭഗവതിക്ക് മക്കൾ തന്നെ തേൻ കൊണ്ട് അഭിഷേകം, നല്ല ബുദ്ധിയും ജ്ഞാന സൗഭാഗ്യങ്ങൾ വന്നു ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കർമ്മത്തിൽ പങ്കെടുക്കണമെന്നത് അറിയിക്കുന്നു. വരിയായി വന്നുകൊള്ളുക. ദക്ഷിണ സമർപ്പിച്ചുകൊള്ളുക. ഇത് മക്കൾക്ക് തൊടാം. ഇനി പുറത്തേക്ക് പോയിക്കും മോനെ, ഒന്ന് തിരികെ വരണം കേട്ടോ. പൂജിച്ച പൂക്കള് നിങ്ങൾക്ക് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകാം. വാഴയില ഇവിടെ സമർപ്പിച്ചുകൊള്ളുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഭരതനാട്യം അല്ലേ? അപ്പോൾ ആ ഭരതനാട്യത്തിന്